ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ കയ്യിൽ കുറച്ച് വയറൊക്കെ പിടിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ താഴെ ഒരു മിഷ്യൻ വെച്ചിട്ടായിട്ടും കാണുന്നുണ്ട്. അതാണ് വയക്ക് മിഷ്യൻ. ഓക്കെ, ഗ്രാസ് കട്ടർ എന്ന് പറയും. അതുപയോഗിച്ച് വയക്കാൻ അല്ലെങ്കിൽ ഇത് കാട് വെട്ടി തെളിക്കുന്നത് വളരെ ഒരു ഡേഞ്ചറസ് വർക്കാണ്, റിസ്ക്കുള്ള ഒരു വർക്കാണ്. എന്നാൽ കൂടി ഞാനത് സാധാരണ ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാനൊരു എക്സ് മിലിറ്ററി ആണ്. നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു കമ്പനിയുടെ വളത്തിൻ്റെ കമ്പനിയുടെ അവിടെ ഒരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം കോഴ്സൊക്കെ ചെയ്തു. ഒരു 10-12 വർഷമായിട്ട് ഞാനൊരു ടീച്ചിങ് മേഖലയിൽ നമ്മളെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ 12 വർഷമായിട്ട് അധ്യാപകൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ കാഴ്ചപ്പാടിൽ ഏത് ജോലിയും നമുക്ക് വഴങ്ങുന്ന ഏത് ജോലിയും നമ്മൾ ചെയ്യണം. വെറുതെ ഇരിക്കാൻ പാടില്ല, എപ്പോഴും ബിസി ആയിരിക്കണം. ആ ഉദ്ദേശത്തിലാണ് ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നത്. തുമ്പ പണിയെടുക്കാറുണ്ട്, റബ്ബർ ടേപ്പിംഗ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗ്രാസ് കട്ടിങ് എങ്ങനെ കാട് വെട്ടി തെളിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വയറെടുത്തു, ആ വയർ ഇതിനകത്തോട്ട് ചുറ്റുകയാണ്. അപ്പോൾ അതിലൂടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ അത് ലൈക്കും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷനാണ്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ അത് മെഷീനകത്തോട്ട് സെറ്റ് ചെയ്യുകയാണ്. അത് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ അതിനകത്ത് ഒരു പണി വേറെ അഴിച്ചിട്ട് അപ്പോൾ നമുക്കത് സെറ്റ് കൊടുക്കണം. ആ ഗ്രീസ് നന്നായിട്ട് അതിൽ ഒരു 3-4 പ്രാവശ്യം അതിനകത്ത് ഇങ്ങനെ വിരൽ കൊണ്ട് ഊന്തി അതിനകത്ത് പ്രസ് ചെയ്തിട്ട് അതിൽ കയറ്റി കൊടുക്കണം. അത് കയറുന്നില്ലെങ്കിൽ അതിൻ്റെ ഹെഡൊന്ന് തിരിച്ചാൽ മതി, അത് നന്നായിട്ട് കയറും. അങ്ങനെ ആ ഗ്രീസ് അതിൽ ശരിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആ നെട്ടൊക്കെ ഇട്ട് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ അതിന് പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഗ്രീസ് വളരെ പ്രധാനമാണ്, എന്നെങ്കിലേ നല്ല സ്മൂത്തായിട്ട് മെഷീൻ കറങ്ങത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, ആ വയർ ചുറ്റിയിരിക്കുന്ന സാധനം, അത് നന്നായിട്ട് കറങ്ങണമെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കത് നെട്ട് ഇട്ട് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈറ്റ് ചെയ്തു. ഇങ്ങനെ അതിൻ്റെ സ്പാനർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനകത്ത് പെട്രോളൊക്കെ ഒഴിച്ച് അടുത്ത നടപടിക്ക് റെഡിയാവുകയാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ മിഷൻ റെഡിയാക്കി. ഇനി നമുക്ക് അതിന് വേണ്ട ഇത് വേണം. ഇത് ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കെട്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷൂ ഇട്ടും തുണി നമ്മളിങ്ങനെ തലയിൽ കെട്ടണം. ഓക്കെ, തല കെട്ടിയിട്ട് ഇങ്ങനെ കഴുത്തിന് കെട്ടുക അത്യാവശ്യമാണ്, കാരണം തലയിൽ മുടിയൊക്കെ പൊടിയും മണ്ണും ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കണ്ണിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഗ്ലാസ് നമ്മൾ ഷീൽഡ് വെക്കണം. ഓക്കെ, ഷീൽഡ് വെച്ചിട്ട് നന്നായി തുടച്ച് ഷീൽഡും കൂടി നമ്മൾ ഹെൽമെറ്റ് മാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, പിന്നെ മാസ്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ, പൊടിയൊക്കെ പറക്കുന്നതാണെങ്കിൽ, വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ചെയ്യുമ്പോൾ ഇതാണ് ബെൽറ്റ്. ഇങ്ങനെ പിടിച്ചിട്ട് ബെൽറ്റ് ഇടുക, എന്നിട്ട് ഈ കൈ ഇതിലോട്ട് കിട്ടുക. ഇനി മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ലോക്ക് ചെയ്യണം. ഓക്കെ, വയക്ക് മിഷനാണിത്. ഇത് ചെയ്യാറുണ്ട്. എനിക്ക് ടേപ്പിംഗ് അറിയാം, ടേപ്പിംഗ് ചെയ്യാറുണ്ട്. ഞാൻ സ്കൂളിൽ മാഷ പണിയെടുക്കുന്നുണ്ട്, വീട്ടിലെ ജോലികൾ ചെയ്യാം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യന്മാർ എല്ലാവരും എല്ലാ ജോലിയും ചെയ്ത് പഠിക്കണം. മനസ്സിലാവും. ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇതൊരു പ്രാവശ്യം പറമ്പിൽ ഒരാളെ വിളിച്ച് ഞാൻ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഞാൻ അയാളുടെ അടുക്കൽ നിന്ന് വാങ്ങി ഞാനതങ്ങ് ചെയ്തു, ഒന്ന് ട്രയൽ ചെയ്താൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ മിഷൻ വാങ്ങിച്ചു ചെയ്തു. ഓക്കെ, പക്ഷേ ഇതിനെക്കൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, നമ്മളെ ശരീരത്തിന് നല്ലതാണ്, ബെനിഫിഷ്യലാണ്, പിന്നെ പൈസയും ലാഭമാണ്. പിന്നെ രണ്ടാമത്തത്, ഇത് മാത്രമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാം, ഹെൽത്ത് ആൻഡ് ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് ശരിയാണെങ്കിൽ ഈ വർക്കൊക്കെ നടക്കും. അതുകൊണ്ട് വ്യായാമം ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. വ്യായാമം ചെയ്യാൻ, അതുപോലെ ഹാപ്പിനെസ് കിട്ടാൻ ഞാൻ എൻ്റെ ഇടയ്ക്ക് മാജിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, നമുക്കിത് ചെയ്യുന്നത് കാണാം. ഓക്കെ,
വീടിൻ്റെ മുൻഭാഗമാണ്. ഇവിടെ അങ്ങനെ വലിയ കാട് ഇല്ല, പക്ഷേ മുകളിലോട്ടൊക്കെ ബാക്കിലോട്ടൊക്കെ നല്ല കാട് പിടിച്ചിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട്. ഫ്രണ്ടിലാണ്, മുൻവശമാണ്. കാട് കുറഞ്ഞതുകൊണ്ട് പെട്ടെന്നാവും. ഇവിടുന്ന് നമ്മൾ ബാക്കിലോട്ട് പോയതാണ്. വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് കുറച്ച് കവുങ്ങും തെങ്ങും വാഴയൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ ഒരു ചെറിയൊരു ഹട്ട് കാണുന്നില്ല. അപ്പുറത്ത് ഇത് വിറകൊക്കെ എടുത്ത് വെക്കുന്ന ഹട്ടാണ്. അങ്ങനെ അപ്പുറത്തൊരു തെങ്ങൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ നിറയെ കാട് പിടിച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നില്ലേ, മഴക്ക് നല്ല കാട് പിടിച്ചു. ഇത് പുകപ്പരയാണ്. പുകപ്പര എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഉണക്കാനിടുന്ന, പുകയിടുന്ന ഒരു റൂം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാടുണ്ട്. ഈ വാഴ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ കയറ് അല്ലെങ്കിൽ ഇതുപോലെ വാഴയുടെ കൈയുണ്ടല്ലോ ഉണങ്ങി തൂങ്ങി കിടക്കുന്നത്, അത് ഇതിനുള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിച്ചെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഇതിന് ഈ വയറിട്ടടിക്കുമ്പം അധികം കട്ടിയുള്ള കമ്പുള്ള മരങ്ങളോ അല്ല അങ്ങനത്തെ ഒന്നും ബുഷസെല്ലാം വലിയ പ്രശ്നമാണ്. കുറുന്തോട്ടും അങ്ങനെയുള്ള കാടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കും. അത് ബ്ലേഡ് ഇട്ടിട്ട് കത്തി ഇട്ടടിക്കും. ഇതിപ്പോൾ ഇതിന് അവിടെ ഒരു കുഴിയുണ്ട് ചെറിയ ഭാഗം, അപ്പോൾ അതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാട് കയറിയിട്ടുണ്ട്. തൽക്കാലം വീടിന് ചുറ്റും പുക ഇടുന്ന ആ റൂമിന് ചുറ്റുമാണ് അടിക്കുന്നത്. കാരണം ഇപ്പം ട്രാഫിക്കിൻ്റെ ഒക്കെ സമയമായി വരില്ല. ബാക്കിയൊന്നും മഴ നിൽക്കാൻ ഒക്ടോബർ ആകുമ്പോഴത്തേനും ബാക്കി വീണ് കാട് വരും. അപ്പോൾ ഇപ്പോൾ അത് കംപ്ലീറ്റ് കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ മഴത്തമായി. പിന്നെ പിന്നെ ബാക്ക് സൈഡിൽ തെക്കുമാവിൻ തോട്ടാണ്. റബ്ബറങ്ങ് കുറച്ച് ദൂരോട്ടാണ്. വേറെ മുന്നിൽ ഒരു ഭാഗത്താണ് ചോറിൻ്റെ കൈക്ക് പിടിക്കാൻ വേണ്ടി ഷീറ്റിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് കഴിക്കാൻ ബാക്കിയുള്ളതാണ്. എന്തായാലും നന്നായിട്ട് കാട് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര പാടാണ്. കുറച്ച് ഹൈറ്റ് ഉള്ള കാടുകളൊക്കെ ആണെങ്കിൽ ബ്ലേഡ് ഇട്ടാൽ അത് ശരിയാക്കും. കാട് തെളിക്കാൻ ഭയങ്കര വിഷമമാണ്. നമ്മൾ 300 രൂപയൊക്കെ മണിക്കൂറിന് പറയുമ്പം നമുക്ക് അവർക്ക് പൈസ കൂടുതലല്ല എന്നൊക്കെ പറയും. പക്ഷേ ഭയങ്കര കഠിനാധ്വാനമുള്ളൊരു ജോലിയാണ് ഈ വയർ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാസ് കട്ടർ വെച്ചിട്ട് ഈ തെളിക്കുന്നത്, ഏരിയയൊക്കെ തെളിച്ചിരുന്നത്, എന്നുവെച്ചാൽ വയറ്റുന്നത്. ഓക്കെ, അപ്പുറം വയറ്റി കുറച്ച് ഏരിയ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിൽ ബാക്കിയുണ്ടായിരുന്നു, അത് തെളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഓക്കെ, മുഴുവനൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നെയുള്ളൂ. ബാക്കി ഏരിയ മുഴുവൻ മണിക്കൂറുകൾ എടുക്കും. ഒരു പ്രാവശ്യം ഈ ടാങ്കിൽ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക്
നിർത്താതെ ഫയർ വെച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ടാങ്കിനകത്ത് 650-700 മില്ലിയാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ഇതിൽ വയർ കിട്ടുന്നത് പുറത്ത് വാങ്ങണം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ എന്ത് ജോലിയും ചെയ്യാന്നുള്ള നമുക്ക് മടി പാടില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. അത്രേ മനസ്സ് വേണം. മനസ്സിൻ്റെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഹിന്ദി പറഞ്ഞാൽ ദിൽ ഓനാ ചെയ്യുക. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ് ഉണ്ടായിരിക്കണം, നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതാണ്. ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വാഴയുണ്ട്. അതിനപ്പുറത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അതുപോലെ ഇത് എന്താ പറയുക, ചിക്കുവിൻ്റെ മരമാണ്. ഇത് റംബൂട്ടാനുണ്ട് അവിടെ. ചിക്കുവിൻ്റെ മരത്തിൻ്റെ അടിയിലാണ്, കീഴിലാണ് ഈ ഇപ്പം വായിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പുറം തെങ്ങുണ്ട്. ചുറ്റിലും ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടാണ് കശുമാവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. റബ്ബറൊക്കെ വെട്ടിത്തെറിച്ചിട്ട്. അപ്പോൾ ചുറ്റിലും കുറേ ഏരിയ ഉള്ളത് കൊണ്ട് എല്ലാം ഒരുമിച്ച് കാട് വെട്ടാറില്ല. ഇപ്പോൾ മഴ നിൽക്കുമ്പോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം വീടിന് ചുറ്റിലും ഓണാക്ക വരില്ലേ, അപ്പം നന്നായിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക ശല്യങ്ങൾ, പുൽശല്യമൊക്കെ ഉണ്ട്. അവിടെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വാഴയുടെ മേലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാൻ തന്നെ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇതിങ്ങനെ വണ്ടി ഓടിക്കുന്നത് മാതിരി നമുക്കിത് കഴുത്തിലിങ്ങനെ തൂക്കിയിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും ഇതിനെക്കൊണ്ട് ചെയ്യാൻ നല്ല ഒരു നല്ല സുഖമാണ്. എന്തോ ഒരു പ്രത്യേക സുഖമാണ് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് വേറെ തന്നെ ഒരു ഇൻട്രസ്റ്റ് വേണം ഇതിന്. പിന്നെ കഷ്ടപ്പാടില്ലാത്തൊരു ജോലി ഇല്ലല്ലോ. ഇത് തോളെ തൂക്കിയിടുമ്പോൾ കഴുത്തിന് കുറച്ച് വേദനയൊക്കെ വരും ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക്. പിന്നെ ഇവിടെയൊക്കെ ഇന്നലെ ഒരു കുഴി താണുമായിരുന്നു. ചുറ്റിലും റബ്ബറായിരുന്നു. റബ്ബറൊക്കെ മുറിച്ചതിന് 4-5 വർഷമായി. അപ്പോൾ ആ റബ്ബറിൻ്റെ മരം എന്താ പറയുക ദ്രവിച്ച് അവിടെ കുഴിയായിട്ടുണ്ട്. ആ കുഴിയിലൊക്കെ താണു പോകും ചില സമയം. ഇത് ഞാൻ താണിട്ടുണ്ടായിരുന്നു. എൻ്റെ കാല് കൂട്ടിക്കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വയക്ക്. എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ജോലി ചെയ്യാനും മടിക്കരുത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എല്ലാ സാറേ, എല്ലാ മാഷേ, എല്ലാ അശോകേട്ടാന്നൊക്കെ വിളിക്കുക. പല ജോലിയും വന്ന് ചെയ്തു നാട്ടിൽ വന്നിട്ട്. ഇത് മാത്രമല്ല, ടേപ്പിങ് ചെയ്യാനറിയാം, തുമ്പാപ്പണി അറിയാം. ഈയിടെ ഞാൻ തുമ്പാപ്പണീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളം ചെയ്യുന്ന ചെറിയ കശ്മാവുണ്ട് കുറച്ച് പിന്നിലോട്ട് വെച്ച്. ഇതിൻ്റെ നേരെ ബാക്കിൽ ഒരു 10-75 വലിയ മരമുണ്ട്. കൂടാതെ ഒരു 50 മരം ചെറുത് വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം. അതിനാണ് ഇന്നാൾ വളം ചെയ്തത്. അതിന് ചുറ്റിലും കുറച്ച് കാട് വെട്ടി ഇതിനെക്കൊണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യനെപ്പോഴും ബിസി ആയിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ വേണ്ടാതെ ചിന്തകളും അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, കൂടെ നമ്മൾ വ്യായാമം ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ ഇതിന് വീഡിങ് ആയതുകൊണ്ട് ഞാൻ ഒരു 3 മണിക്കൂറൊക്കെ ചെയ്യും. ഒരു അറ്റ് ടൈമിൽ ഒരു 4 മണിക്കൂറാണ് മാക്സിമം ചെയ്യുക. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിയ 12 മണി. വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെയിലത്ത് ഇറങ്ങി പണിയെടുക്കാറില്ല. അതുകൊണ്ട് രാവിലെ ഏർലി മോർണിംഗും ഈവനിങ്ങിലാണ് ഞാൻ ഈ വയക്ക് പരിപാടിയൊക്കെ നടത്തുന്നത്. ഓക്കെ, അവിടെ ഇപ്പോൾ വയക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ചേമ്പുണ്ട്. 3-4 ചേമ്പ് അവിടെ നട്ടിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറുനാരങ്ങയുടെ മരമുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് കുറേ കവുങ്ങും
ചെറിയ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് ചുറ്റിലും. ഓക്കെ, ഇതൊരു 2.5 ഏക്കർ ഉള്ള പറമ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ഏക്കറിൽ വീടും അതിന് ചുറ്റിലും വരെ നമ്മൾ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് തെങ്ങും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. റബ്ബറായിരുന്നു, റബ്ബറൊക്കെ മുറിച്ച്. ഇപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സ്ഥലത്തുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ റോഡിൻ്റെ ഓപ്പോസിറ്റിൽ കുറേ ഉണ്ട്, ഒരു 500 550 മരം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പും കൂടിയാണ്. ചുറ്റിലും വയറ്റി വൃത്തിയൊക്കെ ആക്കി പുകപ്പരയൊക്കെ ഒന്ന് നേരെയാക്കണ്ടേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ ജോലി, എന്ത് ജോലിയും എല്ലാവരും ചെയ്യണം, ചെയ്യുന്ന മടിക്കരുത് എന്നും കൂടിയാണ് എൻ്റെ ഒരു മോട്ടിവേഷനും കൂടിയാണ്. ഓക്കെ, നമുക്ക് ഏജൊക്കെ കുറച്ചായി. ചിലവർ പറയും നിങ്ങൾക്ക് പ്രായമൊക്കെ ആയിട്ട് ഇനി നിർത്തണമെന്നൊക്കെ പറയും. നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് പറ്റുമെങ്കിൽ എല്ലാ ജോലിയൊക്കെ ചെയ്യുക. ജോലി ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്, കാശും ലാഭിക്കാം. ഓക്കെ, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റുമാണ്. വെയിലത്തൊന്നും ജോലി ചെയ്യണ്ട, നല്ല അങ്ങനെയുള്ള സമയത്ത് മാത്രം മതി. ഏർലി മോർണിംഗിൽ ഇറങ്ങിയാൽ വെയിൽ കൊള്ളണ്ട, അതുപോലെ ഈവനിങ്ങിലും കൊള്ളണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക പറ്റുന്നവർ. ഓക്കെ, പിന്നെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണമെന്ന് പറയുന്ന പോലെ ഇത് ഭയങ്കര റിസ്ക്കുള്ളൊരു പണിയാണ്. ഇതിനകത്തുനിന്ന് വയറൊന്ന് കല്ല് തെറിക്കും. കല്ല് തെറിച്ച് ചിലപ്പോൾ കണ്ണൊക്കെ അടിച്ചു പോകും. അപ്പോൾ അതിനകത്ത് ഉള്ളിലൊരു കണ്ണടയും വെച്ച് അതിൻ്റെ മുകളിലൂടെ ഒരു ഷീൽഡിട്ട് പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ നല്ല ഇതൊക്കെ തുണിയൊക്കെ മടക്കി വെക്കണം, അല്ലെങ്കിൽ ഗാർഡൊക്കെ വെക്കണം ഫ്രണ്ടിൽ. ഉള്ളിൽ തെറിക്കും. പിന്നെ കാലിന് തെറിക്കുന്നതിനാണ് ഷൂ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഗ്ലൗസ് കൂടി ഇടേണ്ടതാണ്. ഞാനത് അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കയ്യിലോട്ടൊന്നും തെറിക്കത്തില്ല അത്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ അടിക്കാൻ ഭയങ്കര വിഷമമാണ്. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കുക. ഓക്കെ, ഞാൻ പല വീഡിയോസും ഇടുന്നുണ്ട്. ചിലപ്പോൾ കോമഡി ഇടാറുണ്ട്, ഫണ്ണി ഇടാറുണ്ട്, അതുപോലെ വ്യായാമങ്ങൾ ചെയ്യുന്നു, സുംബ ഡാൻസ് ചെയ്യുന്നു, ചെറിയ ചെറിയ ഡാൻസ് പറ്റുന്നിടത്തോളം ഡാൻസായിട്ട് തോന്നണ്ട നിങ്ങൾക്കത്. ഒരു എന്താ പറയണ്ടത്, മോട്ടിവേഷനാണെന്ന് വിചാരിച്ചാൽ മതി. ശരീരത്തിന് വ്യായാമത്തിന് വേണ്ടിയാണ് ഡാൻസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് H for Health and Happy. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.
രണ്ട് മോട്ടറും പിടിപ്പിക്കുന്നതുകൊണ്ട്